എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ ഇടയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലെന്നേ. ഇതാ ഈ ദോശ പോലെ. പക്ഷെ അതിലൊന്നും എനിക്കത്ര വിഷമില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ അതിനൊക്കെ മേക്കപ്പ് ചെയ്ത് കവർ ചെയ്തെടുക്കും. ദാ ഈ ദോശ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് തട്ടിൽ കുട്ടി ദോശയെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ക്രിസ്പി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കാം നമുക്ക്. ഇതാ അപ്പൊ അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നെയ്യൊക്കെ എടുത്തിട്ട് ആ റിച്ച്നെസ് അങ്ങോട്ട് കൂട്ടാം. അപ്പോൾ നെയ്യിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് മറിച്ചിടാം. എന്നിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് തിരിച്ചിടാം. അതെ, തിരിച്ചിട്ടിട്ട് പതിയെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ചൂടോടെ മുരിഞ്ഞ ദോശ ഇങ്ങനെ കറുമുറ കഴിക്കുന്നത്. ദാ എന്റെ ചൂട് ദോശ റെഡിയായി. അപ്പൊ ആദ്യത്തെ ദോശയ്ക്ക് അത്ര ഷേപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ദോശ റെഡിയാകും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിനാണ് പാനിന്റെ ചൂടൊക്കെ നോക്കുന്നത്. ചൂട് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ പോലെ ദോശ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദോശ മാവ് ഒഴിച്ചു. അപ്പൊ അതേ ഒന്ന് ചുറ്റിച്ചു നോക്കാം. അപ്പൊ ആദ്യത്തെ അത്ര ഗ്യാപ്പ് ഒന്നും വന്നില്ല, എന്നാലും ചെറിയൊരു ഗ്യാപ്പ് വന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പൊ എന്റെ ഈ ദോശ കണ്ടിട്ട് കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സി ഡി പ്ലെയറിൽ സി ഡി ഇടുന്ന പോലെ അല്ലല്ലോ ദോശ കഴിക്കുന്നത്, പിച്ചി പിച്ചിയല്ലേ. പിന്നിപ്പോ എന്താ കുഴപ്പം? അങ്ങോട്ട് മുരിഞ്ഞ ദോശ ചട്നിയൊക്കെ കൂട്ടിക്കൊണ്ട് പിച്ചി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്റെ ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ അല്പം നെയ്യൊക്കെ തൂകി ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോട്. ചില ആൾക്കാർക്ക് ഈ പ്ലെയിൻ ദോശയെക്കാട്ടിയും കൂടുതലും ഈ തട്ടിൽ കുട്ടി ദോശയൊക്കെയാണ് ഇഷ്ടം. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. എനിക്കിങ്ങനെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് ഇഷ്ടം. അപ്പൊ ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറിച്ചിടാം. ഇനി മറിച്ചിട്ടിട്ട് ഈ മോൾ ഭാഗം കൂടി മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ടിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ദാ ഇതുപോലെ പതിയെ റോൾ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ആക്ച്വലി 3 ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ചൂടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ദോശക്ക് ഞാൻ കഴിക്കുന്നത് തേങ്ങാ ചട്നിയാണ്. പുതിന ഇട്ട തേങ്ങാ ചട്നിയാണ് ഞാൻ ഇന്ന് ദോശയ്ക്കൊപ്പം കഴിക്കുന്നത്. എനിക്ക് ഈ കളർ പച്ച കളർ ചട്നിയോടാണ് എനിക്ക് താല്പര്യം.